ഇന്നലെ മുതൽ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസറും യൂട്യൂബറും ആയ അഖിൽ എന്നാർഡിയുടെ വൈഫ് അയാളെ ഉപേക്ഷിച്ച് ഒരു ബസ്സുകാരൻ്റെ കൂടെ പോയതിൻ്റെ ഒരു കഥ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അത് പലതരത്തിലുള്ള ഓൺലൈൻ ചാനലുകളും അതുപോലെ റിയാക്ഷൻ ബ്ലോഗുകാരും ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ അതിനെപ്പറ്റി ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അതെന്താ പറയുക, സത്യം പറഞ്ഞ ഒരു ശവന്തീനികളെ കണക്കാണ് എനിക്ക് തോന്നിയത് ഈ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഒരു റിയാക്ഷൻ ബ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സിനിമയുടെ കാര്യം പറയാം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു തോന്നിവാസത്തെ കുറിച്ചൊക്കെ പറയാം. ഇത് അവന്റെ ഭാര്യ വല്ലവന്റെ കൂടെ പോയി അവന്റെ മാനസികാവസ്ഥയും അവന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥയും ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥയും ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇത് അവള് തെറ്റ് ചെയ്തു, ഓക്കെ, അതും പറഞ്ഞ അവന്റെ പേരും അവന്റെ ഫോട്ടോയും കല്യാണ വീഡിയോസും എല്ലാം എടുത്ത് അവനെ ഇട്ടുകൊണ്ട് റോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അത് ചില എടുത്തു പറയേണ്ട കുറച്ച് ചാനലുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അതിനെക്കുറിച്ച് തന്നെ പല ഷോർട്ടായിട്ടും FBയിലാണെങ്കിലും ഈ പറയുന്ന ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പല ഷോർട്ടായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ഈ സംഭവം. അഖിലിന്റെ ഭാര്യ പോയത് വന്ന് CCTV, അഖിലിനെ കുറിച്ച് എന്താ പറയാ, ഇത് വീഡിയോ പുറത്ത് വിടുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് ഇതൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് കാണാനായിട്ട് കൂടുതൽ ആഗ്രഹിച്ചിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കുടുംബത്തിൽ നടക്കുന്ന പണ്ടത്തെ കാലത്ത് അയൽക്കൂട്ടത്തിൽ ഇരുന്ന് അമ്മമാര് പരിദൂഷണം പറയുന്ന പോലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അന്തസ്സായിട്ട് വന്നിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ റിയാക്ഷൻ ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഈ പരിദൂഷണം പറയുന്ന ഒരു പരിപാടിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണാനായിട്ട് അതിനനുസരിച്ചുള്ള കാഴ്ചക്കാരും അത് കമന്റ് ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും ആൾക്കാരുള്ളതിന്റെയാണ് ഇത് കൂടി വരുന്നത്. ഇത് സമൂഹത്തിന് നല്ലതല്ല, അത് ആദ്യം മനസ്സിലാക്കുക. കാരണം സമൂഹത്തിനൊരു ദ്രോഹം കണക്കല്ലേ. ഇപ്പൊ തന്നെ ഇത്രയും എടുത്തിട്ട് കാണിക്കുമ്പോഴത്തേക്ക് അഖിൽ എന്നാർഡി എന്ന് പറയുന്ന ഇപ്പൊ ഒരു സിനിമയിലും അഭിനയിച്ച് അല്ലാതെ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ഒപ്പം അയാൾക്ക് ഒരു ജീവിതമുണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. അയാളുടെ എന്താ പറയുക, അയാളുടെ മാനസികാവസ്ഥ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇത്രയും വിഷമങ്ങൾ കൊണ്ട് അയാൾ നാളെ സൂയിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ളവന്മാർ അവരുടെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ കാണിക്കുന്നത് ഒരു മോശം പ്രവണതയാണ്. അത് എന്ത് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു കണ്ടന്റ് വിറ്റ് തിന്നാം എന്നുള്ള കുറെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ റിയാക്ഷൻ ബ്ലോഗുകാരുടെയും ഈ ഓൺലൈൻ ചാനലുകാരുടെയും എന്താ പറയുക ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. ഇതിന് മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടല്ലേ ഒരു കാര്യമുള്ളൂ. കാരണം ഇതൊന്നും കാണരുത്, സ്കിപ്പ് അടിച്ച് വിടുക, അല്ലെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് അടിച്ച് വിടുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യാനോ കാണാനോ ഈ പറയുന്ന രീതിയിൽ ലൈക്ക് ചെയ്യാനോ ഒന്നും പോവാതിരിക്കുക. അങ്ങനെയുള്ള വിഷയങ്ങളുടെ റീച്ച് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ പരിപാടി നിർത്തും. ഇത് ഓരോരുത്തർ കണ്ട് അതിന് നല്ല രീതിയിൽ റീച്ച് കൊടുക്കുമ്പോഴത്തേക്കാണ് അതിന്റെ പുറത്ത് എല്ലാവരും ഇരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരിടുന്നവരെ പോലെ തന്നെ അത് കാണാനും മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള മനസ്സുള്ള ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കാണും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് നിങ്ങളുടെയൊക്കെ കുടുംബത്താണെങ്കിലും നാളെ വരാവുന്ന ഒരു സിറ്റുവേഷനാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. അപ്പം അത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച സാധനത്തെ ഇങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഈ കാണുന്നത് അതിലൊരു പങ്കുകാരാവുമല്ലേ ചെയ്യുന്നത്. ഇപ്പൊ അവന്മാർ ആ കണ്ടന്റ് വിറ്റ് അല്ലെങ്കിൽ അവന്റെ ആ പെണ്ണിന്റെയും ആ കുടുംബത്തിന്റെയും കാര്യം കണ്ടന്റ് വിറ്റ് ജീവിക്കുമ്പോൾ അത് വിൽക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് നിങ്ങൾ ഇരിക്കുന്നതിന്റെ കൊണ്ടാണ് അവന്മാർക്ക് അതുകൊണ്ട് വിറ്റ് എന്താ പറയാ അവന്മാരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ അത് ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഒഴിവാക്കി കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് വരുമാനം കുറഞ്ഞു തുടങ്ങുമ്പോൾ ഇവന്മാർ ഈ പരിപാടി വിട്ടോളും. അല്ലെങ്കിൽ ഈ പറയുന്ന റീച്ച് കുറയുമ്പോഴത്തേക്ക് അതങ്ങ് വിട്ടോളും. ഇനി അഖിലിന്റെ നമ്മൾ ആ പെണ്ണിന്റെ ഇവരുടെയും ജീവിതത്തിന്റെ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത് സംസാരിക്കേണ്ട ആവശ്യമല്ല. അത് അവരുടെ കുടുംബത്തിനുള്ളിൽ നടന്നൊരു പ്രശ്നമായിരിക്കാം. അത് ചിലപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ഈ കണ്ടന്റിലോ അല്ലെങ്കിൽ വീഡിയോസിലോ അല്ലെങ്കിൽ ചിരിയിലും കളിയിലും ഒന്നുമല്ല കാര്യം. കുടുംബത്തിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ തമ്മിൽ കാണാം. അതിൽ അഖിലിന്റെ ഭാഗത്തും കുറ്റം കാണാം, അവളുടെ ഭാഗത്തും കുറ്റം കാണാം, അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഭാഗത്ത് കുറ്റം കാണാം. ഇതെല്ലാം കാണാതിരിക്കാം. അതൊന്നും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ കുടുംബത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ അവർ കുടുംബക്കാർ തമ്മിൽ അത് സംസാരിച്ച് അത് തീർക്കുകയോ എന്താന്ന് വെച്ചാൽ കൊണ്ടുപോട്ടെ. ഇപ്പൊ ആ പെണ്ണ് ചെയ്ത് ഒരിക്കലും നല്ലതാണെന്ന് തോന്നുന്നില്ല. കാരണം ഒരുത്തന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. അവൻ ഒന്നാമത്തെ കാര്യം അത്രയും സോഷ്യൽ മീഡിയയിൽ അത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുമ്പോൾ അവന്റെ ഒപ്പം തന്നെ അവനെ ഇട്ടേച്ച് പോകുമ്പോഴത്തേക്ക് അവർക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ നാണക്കേട് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ അവളത് മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ അവനുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് ആലോചിക്കും. ഇത്രയും ഒന്ന് കത്തിക്കേറി അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ നായകനായിട്ട് അഭിനയിച്ചൊക്കെ സംഭവം പുറത്തു വന്ന സ്ഥിതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവനെ എന്തൊക്കെ തരത്തിൽ ആൾക്കാർ അവന് കഴിവില്ലാത്തവനാണെന്നോ കഴിവുകേടുള്ളവനാണെന്നോ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കുമെന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവന്മാരൊക്കെ ഇടുന്ന വീഡിയോയുടെ താഴത്ത് തന്നെ അവനെക്കുറിച്ച് തന്നെ വരുന്ന ഒരുപാട് പരിഹസിച്ച് ഓരോരുത്തന്മാർ കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് അത് അവനിരുന്ന് കാണുമ്പോൾ അവന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇവർക്ക് ഇത് ഒഴിവാക്കായിരുന്നു. ഈ ഒരു സംഭവം അവർക്ക് ഇപ്പോൾ ഒരു ഡ്രൈവറുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവനോടത് സംസാരിച്ച് രണ്ടുപേർക്കൂടെ മ്യൂച്വൽ ആയിട്ടൊരു ഡിവോഴ്സും കഴിഞ്ഞ് അവർക്ക് അന്തസ്സായിട്ട് അവന്റെ കൂട്ടത്തിൽ പോകുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ രാത്രി അവന്റെ കൂട്ടത്തിൽ ഭക്ഷണവും കഴിച്ച് അവന്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ പോയിട്ട് അതിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് പോയ ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കാണിച്ച് വളരെയധികം മോശമാണ്, തന്തയില്ലായ്മത്തരം തന്നെയാണ്. അതിലുൾപ്പെടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളെ കൊണ്ടുപോയ ആ ബസ്സുകാരൻ എന്ന് പറയുന്നവനെ ഒന്ന് സമ്മതിച്ച് നോക്കിക്കുക. അവൻ എന്തെങ്കിലും ഒരു അന്തസ്സുണ്ട്, അല്ലെങ്കിൽ അവനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. തന്തയില്ലായ്മയല്ലേ അവൻ ഈ കാണിച്ചത്. അവനിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവനുമായിട്ട് സംസാരിച്ച് സെപ്പറേറ്റ്
സെപ്പറേറ്റ് ആയതിനു ശേഷം നമുക്ക് പോകാം എന്നുള്ള രീതി പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു. ഇത് ഒരുത്തന്റെ ഭാര്യയായിട്ടിരിക്കെ അവനിൽ നിന്നുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ അവനുണ്ടാക്കുന്നതിനകത്ത് ഭക്ഷണം വരെ കഴിച്ചിട്ട് അവനെ ഉപേക്ഷിച്ചിട്ട് രാത്രിക്ക് രായ്മാനം അവൻ മേടിച്ചു കൊടുത്ത വസ്ത്രങ്ങൾ ഉൾപ്പെടെ എടുത്തോണ്ട് പോവാന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ അല്ലെ, പോകുമ്പോഴത്തേക്ക് അവളെ കൊണ്ടുപോകാൻ നിന്ന് അവന്റെ മനസ്സ് വേറെ, അത് കൊണ്ടുപോയി അവളുടെ മനസ്സ് വേറെ. ഇവർ രണ്ടുപേരും കൂടെ പോകുന്ന ഒരു ജീവിതം നല്ല രീതിയിലാവുമെന്ന് തോന്നുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ കൂട്ടത്തിൽ പോയതിന് അവള് പശ്ചാത്തപിക്കത്തേ ഉള്ളൂ. അതിന്റെ ഒപ്പം തന്നെ ഈ ഇവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ദുഃഖമോ അല്ല ദുരിതമോ അനുഭവിക്കാതായിരിക്കും ഇത്രയും കാലം ജീവിച്ചത്. അതിന്റെ ഒപ്പം തന്നെ അഖിലിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ആഡംബരങ്ങളും ജീവിച്ച അവള് ഒരു ബസ്സുകാരന്റെ കൂട്ടത്തിൽ പോകുമ്പോഴത്തേക്കും അവിടെ വരുന്ന പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും വന്നു കഴിയുമ്പോഴത്തേക്കും അവൾ അതുകൊണ്ട് അനുഭവിക്കാൻ പോകുന്നുള്ളൂ. അന്നേരം എന്തായിരുന്നു അവളുടെ പഴയ ജീവിതം മതിയായിരുന്നു തോന്നി വീണ്ടും ചിലപ്പോൾ അവൾ അടുത്ത അല്ലെങ്കിൽ ഇനി അടുത്ത അഖിൽ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല, അടുത്ത ഒരുത്തന്റെ കൂട്ടത്തിൽ പോകാതിരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ടൊരു പ്രവണതയാണ്. നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പൊ കാണുന്ന കാഴ്ചക്കാരാണെന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ദീപന്മാർ ഈ റിയാക്ഷൻ വ്ലോഗ് ചെയ്യുന്നവന്മാർ ഇന്നലെ മുതൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ 15-20 മിനിറ്റ് ഇടവിട്ട് ഓരോരോ ഷോട്ടുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാണാതെ റിപ്പോർട്ട് അടിച്ചോ സ്കിപ്പ് അടിച്ചോ സാധനം വിടുക, അത് ആദ്യം ചെയ്യുക. അത് നമ്മുടെ സമൂഹത്തിനോട് സത്യം പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ട ഒരു പ്രതിബദ്ധതയാണ്. നമ്മൾ ഫോണും മേടിച്ച് അതിൻ്റെ അകത്ത് റീചാർജ് ചെയ്തിരിക്കുമ്പോൾ ഇതേപോലത്തുള്ള പരിദൂഷണങ്ങളോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ കൂട്ടിപ്പിടിപ്പിക്കലോ ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഒക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവന്റെ കുടുംബത്തിൽ നടന്നൊരു കാര്യത്തിലോട്ട് നമ്മൾ എന്തിനെത്തി നോക്കണം? അവിടെ എന്തെങ്കിലും നടക്കട്ടെ, അത് അവരുടെ വിഷയങ്ങളല്ലേ, അത് അവർ തീർത്തോളും. നമ്മൾ അതിൻ്റെ അകത്ത് അഭിപ്രായം പറയാനും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എന്താ പറയുക ചൂഴ്ന്ന് അറിഞ്ഞെടുക്കാനും പോകുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇല്ല. നമുക്കൊരു വരുമാനമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനസ്സംതൃപ്തിയായിട്ടോ നമുക്കില്ല. അവരുടെ കാര്യം അവർ ജീവിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയാനുള്ളതാണ്, ഈ സംഭവം മാക്സിമം ഇങ്ങനെയുള്ള സംഭവത്തിന്റെ റീച്ച് ആദ്യം ഒഴിവാക്കുക. പിന്നെ ഇൻ കേസ് ഇതിപ്പം അവളുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ അവളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടും പോയി അവൾ അനുഭവിക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനിയിപ്പോൾ അഖില് എന്താ പറയാ എന്തെങ്കിലും സംഭവമായിട്ട് വന്നാൽ തന്നെ നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായതുകൊണ്ട് നാളെ അവളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എടുത്തിട്ടാൽ പോലും അവള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അഖിലിനെതിരായിട്ട് ഈ സംഭവം വരത്തുള്ളൂ. അപ്പോഴും വീണ്ടും അവന്റെ ജീവിതം താറുമാറാവത്തേ ഉള്ളൂ, അല്ലെങ്കിൽ നാണക്കേടെ പോലീസ് കേസോ കാര്യങ്ങളായിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടായിരിക്കാം അവൻ അതിന് മുതിരാത്തത്. അവന്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടായിരിക്കാം ഇതുവരെ അവൾ ഇതിലൊരു ന്യായീകരണമായിട്ട് വരാത്തത്. അവൾ എന്ത് തന്നെ ന്യായീകരണം കൊണ്ട് വന്നു കഴിഞ്ഞാലും ന്യായീകരിക്കാവുന്ന ഒരു തെറ്റോ കാര്യമോ അല്ല അവൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലും കാര്യമില്ല. അപ്പം ദയവ് ചെയ്ത് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല, അഖിലിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, അവളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരെയും തിരുത്താനും നന്നാക്കാനും ഒന്നും വരുന്നില്ല. പക്ഷെ ഇങ്ങനെ കാണിക്കുന്ന ശവന്തീനികൾ, അതായത് ഈ ഓൺലൈനിൽ നിന്ന് റിയാക്ഷൻ എന്നും പറഞ്ഞിരുന്ന് കാണിക്കുന്ന ശവന്തീനികൾ, ആ ശവന്തീനികളുടെ പേജുകളോ അല്ലെങ്കിൽ ചാനലുകളോ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അത് മാക്സിമം റിപ്പോർട്ട് അടിച്ചു വിടുക. അപ്പോൾ അവന്മാരുടെ ആ ഒരു സൂക്കേടങ്ങ് തീർന്നുള്ളൂ. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നമുക്ക് കാണണ്ടാത്ത ഇതിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ മനസ്സും വികൃതമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയാ മറ്റുള്ളവന്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കാനും സന്തോഷിക്കാനുള്ള മനസ്സാണ് നിങ്ങളുടെയൊക്കെ എങ്കിൽ നിങ്ങളും ചെയ്യും. പക്ഷെ അപ്പൊ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ വീട്ടിലും ആളുകളുണ്ട്, നിങ്ങളുടെ വീട്ടിലും തലമുറകൾ വളർന്നു വരുന്നു. നാളെ ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും.